ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് 2 ജൂലൈ 2026 മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് ചർച്ചാ വിഷയമായിട്ടുള്ളൊരു വിഷയമായിരുന്നു PFC. ഇന്ത്യയിലെ 2 പവർ കമ്പനികൾ അല്ലെങ്കിൽ പവർ ഫൈനാൻസ് കമ്പനികൾ ലയിക്കുന്നു എന്നുള്ളത് തത്വത്തിൽ അംഗീകാരം കിട്ടിയിരിക്കുന്നു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അംഗീകാരം കിട്ടിയിരിക്കുന്നു. മെർജറിങ് അതുപോലെ തന്നെ സ്വാപ്പ് റേഷ്യോ ഒക്കെ തന്നെ ഫിക്സ് ആയിരിക്കുന്നു. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ചോദിക്കാനുള്ളത്, REC വാങ്ങാവോ, PFC വാങ്ങാവോ എന്നുള്ള കാര്യം. സോ ഇപ്പോഴും PFC വാല്യൂഡ് അണ്ടർ വാല്യൂഡ് ആണോ, അല്ലെങ്കിൽ PFCയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? കാരണം ഇനി PFC ആണ് നിലനിൽക്കാൻ പോകുന്നത്. REC എന്ന് പറയുന്ന റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഫൈനാൻസ് കമ്പനി PFC ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ PFC ആണ് നിലനിന്ന് പോകാൻ പോകുന്നത്. RECയുടെ ഷെയർ ഹോൾഡേഴ്സ് PFCയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ 100 REC ഷെയറുകൾക്കും 88 PFC ഷെയറുകളാണ് നൽകാൻ തീരുമാനമായിരിക്കുന്നത്. അതിൽ ഫ്രാക്ഷൻസ് വരുന്ന സമയത്ത് ഫ്രാക്ഷൻസ് ക്യാഷ് ആയിട്ടാണ് അവർ സെറ്റിൽ ചെയ്യാൻ സാധ്യത, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണ് സെറ്റിൽ ചെയ്യുക. അതാണ് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ PFCയെക്കുറിച്ച് പറയുമ്പോൾ PFC 1986 രൂപീകൃതമായിട്ടൊരു കമ്പനിയാണ്. ഷെഡ്യൂൾഡ് എ പെട്ട ഗവൺമെൻറ്റിൻ്റെ ഷെഡ്യൂൾഡ് എയിൽപ്പെട്ട നവരത്ന കമ്പനിയാണ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് രാജ്യത്തെ. അതുപോലെ തന്നെ കമ്പനിയെ സംബന്ധിച്ച് പറയുന്നത് കഴിഞ്ഞാൽ ഈ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, പവർ കൺസ്ട്രക്ഷൻ, പവർ യൂട്ടിലിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഫൈനാൻസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സാധാരണ ഇപ്പോൾ മുത്തൂറ്റൊക്കെ പോലത് ഗോൾഡ് ഫിനാൻസ് ചെയ്യുന്ന കമ്പനിയാണ്. നമ്മുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡ് ലോൺ എടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ പവർ ഫിനാൻസ് അല്ലെങ്കിൽ പവർ രംഗത്ത്, പവർ സെക്ടറിൽ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്ന കമ്പനികൾക്ക് ഫൈനാൻസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പവർ ഫിനാൻസ് കമ്പനി അല്ലെങ്കിൽ PFC എന്ന് പറയുന്നത്. RECയും ആ രംഗത്ത് തന്നെയാണുള്ളത്. അത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു വലിയ ഒറ്റ സംരംഭമാക്കുക 2026 ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യത്തിൽ വന്നിരിക്കുന്നുള്ളതാണ്. സോ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മഹാരത്ന കമ്പനിയാണ് PFC. അതിനെ സംബന്ധിച്ചിട്ട് പവർ ജനറേഷനും ട്രാൻസ്മിഷൻ ലൈനുകൾ ഉണ്ടാക്കാനും ഡിസ്ട്രിബ്യൂഷനും റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകൾക്കൊക്കെയാണ് ഇവർ മെയിനായിട്ട് ഫൈനാൻസ് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് പവറിൻ്റെ കീഴിൽ വരുന്നൊരു കമ്പനിയാണ് PFC. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി ഡിമാൻഡ്, എന്തുകൊണ്ട് ഈ കമ്പനിയെ ഇപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൺസിഡർ ചെയ്യണം? കാരണം ഇതുകൂടി വരുന്ന സമയത്ത് ഏകദേശം 11 ലക്ഷം കോടി രൂപയുടെ ലോൺ ബുക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ ഫിനാൻസിങ് കമ്പനിയായിട്ട് PFC മാറും. അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു വലിയ ഒരു NBFC ആയിട്ട്, പവർ ഫിനാൻസിങ് NBFC ആയിട്ട് PFC മാറും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഗ്രോത്ത് സ്റ്റോറി പറയുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് വരുന്ന മറ്റൊരു ഓഹരിയായിട്ട് ഇത് മാറും. കാരണം പവർ സെക്ടർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. പവർ സെക്ടർ ഇന്ത്യ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പവർ അല്ലെങ്കിൽ എനർജി ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അതില്ലാതെ നമുക്ക് ഒരു ഡെവലപ്മെൻറ്റും ഒരു കാര്യവും നടക്കില്ല. സോ അതിൽ ആവശ്യമായിട്ട് ഇൻഫ്രാസ്ട്രക്ചറുകളും കമ്പനികളും കൂടി വരുന്നു. അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ. സോ എനിവേ PFC അതിലൊരു വലിയൊരു അധികാരനായിട്ട് മാറുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് അടുത്ത ഒരു 20 വർഷത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യാനാണ് സാധ്യത. ഈവൻ സമ്മർ സീസണിൽ അടുക്കും തോറുമാണ് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കൂടി വരുന്നത്. മറ്റ് പീക്ക് സീസണിലൊക്കെ ഉണ്ടായിരുന്ന ഡിമാൻഡാണ് ഇപ്പോൾ ഇനീഷ്യൽ സെഷനിൽ തന്നെ സമ്മർ സീസൺ വരുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. സോളാർ ആയാലും ഹൈഡ്രോ, അതുപോലെ തന്നെ ബാറ്ററി സ്റ്റോറേജ് ആയാലും അതിനൊക്കെ തന്നെ കൂടുതൽ ഇപ്പം 2030 കൂടി ഡൽഹി ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ച വാഹന ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി പ്രകാരം 30,000 ടു 32,000 ചാർജിങ് സ്റ്റേഷനുകളാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ PFC ആണ് ഇതിനൊക്കെ ഫിനാൻസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ഒറ്റ കമ്പനിയായിട്ട് മാറാൻ പോകുന്നത്. ഒരു ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആയിട്ട് മാറാൻ പോകുന്നതും ഇങ്ങനെയുള്ള കമ്പനികളിൽ PFC ആയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ കമ്പനിയുടെ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽസ് മുൻപോട്ടൊക്കെ നോക്കുന്ന സമയത്ത് കൂടുതലാണെന്ന് പറയുന്നത്. ഇനി സ്റ്റോക്ക് എന്തുകൊണ്ട് പെർഫോം ചെയ്യില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് വലിയ റിട്ടേൺ ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ടും ഒരു നല്ല ഡിവിഡൻഡ് ഇൻകം കൊടുത്തിട്ടുണ്ട്. ഈ വർഷം തന്നെ 2026 ഏകദേശം 3 പ്രാവശ്യം നമുക്ക് ഡിവിഡൻഡ് PFC പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഫെബ്രുവരി 20 ഏകദേശം 4 രൂപ, ഒരു ഓഹരിക്ക് 4 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. 2026 മാർച്ച് 23 3 രൂപ 25 പൈസ പ്രഖ്യാപിച്ചു. പിന്നീട് ജൂലൈ 31 3 രൂപ 95 പൈസ. അതായത് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ഷെയറിന്
₹11.20 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ വർഷം. കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെയാണ്. കമ്പനി മോശമില്ലാത്ത ഡിവിഡൻഡ് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ഇനി ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മർജർ ഇതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടോക്ക്. PFC RECയെ അക്വയർ ചെയ്തിരിക്കുകയാണ്. 2019 തന്നെ ഇതിൻ്റെ ലയനം നടന്നതാണ്. പക്ഷേ ഇത്രയും ഡിലേ ആയിപ്പോയത് ഈ മർജറിൻ്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും. ഇനിയും ചിലപ്പോൾ ഒരു വർഷം എടുത്തേക്കാം, ഇതിൻ്റെ ഒരു വർഷത്തിലധികം എടുത്തേക്കാം ചിലപ്പോൾ. ഇതിൻ്റെ കാരണം പല അപ്രൂവൽസ് കിട്ടേണ്ടതായിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടണം, ക്രെഡിറ്റേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടാനുണ്ട്, സെബിയുടെ അപ്രൂവൽ കിട്ടാനുണ്ട്, NCLTയുടെ അപ്രൂവൽ കിട്ടാനുണ്ട്. അങ്ങനെ പല കടമ്പകൾ കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു വലിയ 2 കമ്പനികൾ കൂടി ഒന്നാകാൻ പോകുന്നത്. സോ കമ്പനിയുടെ ലോ ബോർഡിലെ അപ്രൂവലൊക്കെ കിട്ടി. ഇനി തത്വത്തിൽ അംഗീകാരമായി എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി മർജറിന് ശേഷം എന്ത് സംഭവിക്കുന്നതാണ്. മർജറിന് ശേഷം ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഒരു വലിയ ലാർജ് കമ്പനിയായിട്ട് മാറും. 11 ലക്ഷം കോടി രൂപയുടെ അസറ്റായിട്ടാണ്, അതായത് ലോൺ ബുക്കായിട്ടാണ് മാറുന്നത്. ബാലൻസ് ഷീറ്റ് വളരെ വലുതായിരിക്കും. ഓപ്പറേഷണൽ എഫിഷ്യൻസി വളരെ സ്ട്രോങ് ആയിരിക്കും. കാരണം ഇനിയിപ്പം കോമ്പറ്റീഷനില്ല, RECയുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂടും, കോസ്റ്റ് സേവിങ് ചെയ്യാൻ പറ്റും. കാരണം ഈ 2 കമ്പനികൾ ഒന്നായി മാറുകയാണ്. അപ്പം നമുക്ക് മറ്റ് 2 കമ്പനികൾ എടുക്കുന്ന ലെൻഡിങ് ലോണിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കോസ്റ്റ് എഫിഷ്യൻസി ആയിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും. RECയുടെ കാര്യങ്ങൾ കൂടി, ഓഫീസുകളും കാര്യങ്ങളൊക്കെ കൂടി ഇനി PFCക്ക് ലഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഏകദേശം 44 മുതൽ 46%, ഏകദേശം പവർ ഫിനാൻസ് രംഗത്ത് 50%-ഓളം മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയായിട്ട് PFC മാറും എന്നുള്ളതാണ്. ഇനി PFCയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ CAGR ഗ്രോത്ത് ഒരു 5 വർഷത്തത് 11%. പ്രോഫിറ്റിലുള്ള CAGR ഗ്രോത്ത് 26%. റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 19%. കൺസിസ്റ്റൻ്റ്ലി ഡിവിഡൻഡ് പേ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾക്കിനി ഡിവിഡൻഡിൽ ഈ കമ്പനി പ്രോഫിറ്റൊന്നും തന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷനൊന്നും തന്നില്ല എങ്കിലും ഡിവിഡൻഡ് കൃത്യമായിട്ട് വരുന്ന ഒരു കമ്പനിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും മുന്നോട്ടും ആ ഒരു സ്റ്റഡി ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. 2026 ലാസ്റ്റ് ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റിൽ ഏകദേശം 3% വർധനവുണ്ട്. സെയിൽസ് ഏകദേശം 1% കുറവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം ഇതൊരു ലോൺ കൊടുക്കുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഗ്രോസ് NPA കിട്ടാക്കടം എന്ന് പറയുന്നത് 1.64% നിന്നും 0.66% ആയിട്ട് കുറഞ്ഞു. അതായത് കൊടുക്കുന്ന ലോണിൻ്റെ വെറും 0.66% മാത്രമാണ് കിട്ടാക്കടമായി മാറാനുള്ള സാധ്യതയുള്ളത്. സോ ലോവർ NPA എന്ന് പറയുന്നത് ബാഡ് ലോണുകൾ കുറയുന്നതിൻ്റെയും എഫിഷ്യൻസി കൂടുന്നതിൻ്റെയും ലക്ഷണമാണ്. ലോൺ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5.8 ലക്ഷം കോടി രൂപയുടെ ലോൺ ബുക്കാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ ഫിനാൻസിങ് ഫ്രാഞ്ചൈസി തന്നെയാണ്, അല്ലെങ്കിൽ പവർ ഫിനാൻസർ തന്നെയാണ് PFC എന്ന് പറയേണ്ടി വരും. പിന്നെ കമ്പനിയെ സംബന്ധിച്ചിട്ട് മറ്റു ഗ്രോത്ത് ഔട്ട്ലുക്കുകൾ എന്ന് പറയുന്നത് പവർ രംഗത്ത് ഒഴികെ മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടും, ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷന് വേണ്ടിയിട്ടും, മെട്രോ പ്രൊജക്റ്റുകൾ, റോഡുകൾ, പോർട്ടുകൾ, സ്മാർട്ട് സിറ്റീസ്, ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ ഇവർ ഫിനാൻസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല PFCയുടെ വാല്യുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഏകദേശം ഒരു ഹിസ്റ്റോറിക്കൽ ട്രേഡ് ചെയ്തിരിക്കുന്നത് 1.5-നും 2.5 ടൈംസ് ടു ബുക്ക് വാല്യൂ ആണ്. ചില ആൾക്കാരത് ഇപ്പോഴും ഞാനും പറയും ചിലപ്പോൾ അണ്ടർ വാല്യൂഡ് ആണ്. വലിയൊരു ആനയാണ്, ഇതൊരു തിമിംഗലത്തോട് നമുക്ക് ഉപമിക്കാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീങ്ങാൻ കുറച്ച് സമയമെടുക്കും, പക്ഷേ പതുക്കെ നീങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ മൂവ്. പതുക്കെ പോലും നമ്മളെ സംബന്ധിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺ പതുക്കെ റിട്ടേൺ മതി. ഒരു സ്റ്റേബിളായിട്ടുള്ള റിട്ടേൺ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഇൻകം എക്സ്പെക്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് ഒരു നല്ല ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഫിനാൻഷ്യൽസ് സ്ട്രോങ് ആണ്, പവർ സെക്ടറിൽ ഗ്രോത്ത് ഔട്ട്ലുക്ക് ഉണ്ട്, REC മർജർ ഇതും വാല്യൂ അൺലോക്ക് ചെയ്യും. സോ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു മഹാരത്ന കമ്പനി, ഇന്ത്യയിലെ പവർ ഡിമാൻഡ് കൂടി വരുന്നു, റിന്യൂവബിൾ എനർജി രംഗത്ത് ഫിനാൻസിങ് ഓപ്പർച്യൂണിറ്റി ഈ കമ്പനിക്കുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിവിഡൻഡ് പേ ഔട്ട് വരുന്നു, പ്രോഫിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്, ബാഡ് ലോണുകൾ കുറയുന്നുണ്ട്, REC ആയിട്ടുള്ള മർജർ പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതയാണുള്ളത്. സോ അതൊക്കെ നോക്കുമ്പോൾ ഈ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റിയാണ് മുന്നോട്ട് കാണുന്നത്. അതേസമയം റിസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻസ് ചെയ്യുന്നതാണല്ലോ പ്രധാനപ്പെട്ട പണി. അപ്പോൾ അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു നിയമം കർശനമാക്കുകയോ RBIയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു ബ്രേക്കർ വരാൻ സാധ്യത. അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസികളിൽ പവർ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരികയാണെങ്കിൽ അത് ഈ കമ്പനിക്കൊരു വിലങ്ങുതടിയാവാൻ സാധ്യതയുണ്ട്. പവർ സെക്ടറിൽ മാത്രമാണ് ഇത്രയും വലിയ എക്സ്പോഷർ ഉള്ളത്. മറ്റുള്ള സെക്ടറിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും പവർ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിച്ചിരിക്കുന്നത്.
അപ്പോൾ ആ രംഗവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ളൊരു നെഗറ്റീവ് ന്യൂസുകളോ മറ്റോ വരികയാണെങ്കിൽ ഓക്കെ, അതിലും ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത. പിന്നെ ഒട്ടുകെ അറിയാലോ, ഗവൺമെൻറ് സ്റ്റോക്കുകൾ എന്ന് പറയുന്ന സമയത്ത് പല നല്ല കമ്പനികളും നമുക്ക് വളരെ പതുക്കെ മൂവ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. കോൾ ഇന്ത്യ 100 രൂപയിൽ 80 120 രൂപയിൽ ഒരുപാട് സമയം കഴിച്ചു. ആ സമയത്താണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തത്. അവിടുന്ന് 400 രൂപ 500 രൂപയിലേക്ക് കോൾ ഇന്ത്യ എത്താൻ വേണ്ടിയിട്ട് വർഷങ്ങളെടുത്തു, 4-5 വർഷങ്ങളെടുത്തു. പക്ഷേ സ്റ്റേബിളായിട്ട് വന്നു, ആൾക്കാർക്ക് വലിയ നഷ്ടം കൊടുത്തില്ല. അതുപോലെ ഗെയിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നൊരു സിംഹമായി നിൽക്കുന്നു. LNT ഗവൺമെൻറ് അല്ല, LNT എന്ന് പറയുന്നത് അങ്ങനെയുള്ള പല നമ്മുടെ രാജ്യത്തോടൊപ്പം തന്നെ നമ്മുടെ എക്കോണമിയോടൊപ്പം തന്നെ വളരുന്ന പല സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അതിന് സമയമെടുത്ത് റിട്ടേൺ മതി. ഞാൻ ഇവിടെ ആവർത്തിച്ച് പറയുന്നു, ഞാൻ മുന്നേ ഒരു ബാങ്കുകളുടെ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞു, നിങ്ങൾക്കല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ മേടിച്ചിട്ട് നമുക്കിപ്പോൾ പിള്ളേർക്ക് 1 കോടി രൂപ 2 കോടി രൂപയൊന്നും ഭാവിയിൽ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നവരല്ല എല്ലാവരും, അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയുള്ളവരല്ല എല്ലാവരും. നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവരാണെങ്കിലും മിഡിൽ ടു ലോവർ ക്ലാസ് ഫാമിലിയിലുള്ളവരാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ചെറിയ പൈസക്ക് മേടിക്കുന്ന ഈ ഓഹരികളൊക്കെ നമുക്ക് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയ പൈസക്ക് അത്രയോ വലിയ കമ്പനികളുടെ ഓണർഷിപ്പാണ് നമ്മൾ കൈമാറുന്നത്. സോ ആ ഒരു രീതിയിലേക്ക് ആ ഒരു ഇക്വിറ്റി കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത തലമുറക്കൊക്കെ സ്റ്റോക്ക് സംഭാവന ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് എടുക്കാൻ പറ്റുന്നൊരു കമ്പനി. കാരണം ഇന്ത്യയിലെ പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ അധികായൻ, കൺസ്ട്രക്ഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ അധികായൻ, ഗ്യാസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ അധികായൻ, എനർജി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ല കമ്പനി, ഇതൊക്കെ നമ്മുടെ പിള്ളേർക്കൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത്, അതിൻ്റെ ഓണർഷിപ്പ് നമ്മൾ മേടിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ദേ വിൽ ബി ഡെഫിനറ്റ്ലി താങ്ക്ഫുൾ ടു യു ഇൻ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഓണർഷിപ്പ് കൈമാറുന്ന ആ രീതിയിലേക്ക് ഇപ്പം ഗോൾഡ്, നമുക്ക് എത്രയോ ഗോൾഡും സിൽവറൊക്കെ നമ്മൾ കൊടുക്കുന്നില്ല കല്യാണമൊക്കെ ബന്ധപ്പെട്ട്, അതുപോലെ ഓഹരികൾ കൊടുക്കുന്ന അത് അവർക്കൊരു ഭാവിയിലൊരു ഓണർഷിപ്പ് എടുക്കുന്ന രീതി നല്ല രീതിയിലായിരിക്കും. കാരണം ഇപ്പോൾ നമുക്കിതൊക്കെ കിട്ടും. കഴിഞ്ഞൊരു 10-15 വർഷം മുമ്പ് നമുക്ക് എത്രയോ ഓഹരികൾ നല്ല അട്രാക്റ്റീവ് ലെവലുകൾ, ഇപ്പോൾ നമ്മൾ 15 വർഷം മുമ്പ് ഇപ്പോഴും വിപ്രോയുടെയും TCSൻ്റെയൊക്കെ കഥ പറയുന്നില്ലേ. അതുപോലെ ഇനി അടുത്ത 5-10 വർഷം കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ 10-15 വർഷം കഴിയുന്ന സമയത്ത് ഇതൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്ര സമയത്ത് കിട്ടിയിരുന്നു ഇത്ര പൈസ. ഞാൻ ജനറലി ഐ എം നോട്ട് ടോക്കിംഗ് ഔട്ട് ഓഫ് ദ വീഡിയോ, ബട്ട് ആ ഒരു രീതിയിലേക്ക് കൺസിഡർ ചെയ്യാനുള്ളൊരു പോർട്ട്ഫോളിയോ ആയിട്ട് ചെറിയ സ്റ്റോക്ക് മതി. നിങ്ങളൊരു 100 മേടിച്ച് കൊടുത്താൽ മതി, ഒരു 10 മേടിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 25 മേടിച്ച് അവിടെ വെച്ചേക്ക്. അത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾക്ക് അടുത്ത ജനറേഷനുള്ളത്. സോ അങ്ങനെ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നു PFC ഒക്കെ കൺസിഡർ ചെയ്യാം, കോൾ ഇന്ത്യ കൺസിഡർ ചെയ്യാം. നമുക്ക് വീഡിയോകൾ തരാം, മറ്റോരോ സ്റ്റോക്കുകളായിട്ട് തരാം നമുക്കങ്ങനെ. സോ എനിക്ക് തോന്നുന്നു PFC മർജറിന് ശേഷവും ഈവൻ ചെറിയൊരു ജമ്പും ജർക്കൊക്കെ വന്നാൽ പോലും PFC ഈ ഒരു രംഗത്തെ അധികായൻ എന്ന നിലയിൽ നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ്. ഒരു അണ്ടർ വാല്യൂഡ് ആണ്, ഇപ്പോഴും ഒരു തിമിംഗലം അണ്ടർ വാല്യൂഡ് ആണ്, അത് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. ഓക്കെ, സോ ഇത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ കമ്പനിയുടെ റവന്യൂ മിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 97.4% വരുന്നത് ഈ പവർ ഫിനാൻസ് രംഗത്ത് കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റിൽ നിന്നാണ്. പിന്നെ ഇന്ത്യയിൽ നിന്നാണ് 100% റവന്യൂ. ഇവർക്ക് ഓവർസീസിലൊന്നും ഇതില്ല. കസ്റ്റമർ സെഗ്മെൻറ്റ് പ്രൈവറ്റ് സെക്ടറിൽ നിന്നും 15.8% റവന്യൂവും 84.2% റവന്യൂ വരുന്നത് പബ്ലിക് സെക്ടറിൽ നിന്നാണ്, ഗവൺമെൻറ്റിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേബിളായിട്ടുള്ള ഇൻകം ഉണ്ടാവും. പിന്നെ വെർട്ടിക്കൽസ് നോക്കിക്കഴിഞ്ഞാൽ പവർ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് 47 ഫൈനാൻസ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ രംഗത്താണ് 42% പണം നിക്ഷേപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജിയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആകെ 1% അല്ലെങ്കിൽ ഒരു 10% താഴെ മാത്രമേ അവർക്കുള്ളൂ. 10% എന്ന് കൃത്യമായിട്ട് പറയാം, 10% മാത്രമേ അവർക്ക് ഉള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു മിക്സ്ചറാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇപ്പോഴും ഓപ്പറേഷണൽ പാരാമെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോങ് തന്നെയാണ്. പവർ ഫിനാൻസ് കോർപ്പറേഷൻ 431 രൂപക്കാണ് ഇപ്പോഴുള്ളത്. പ്രൈസ് ടു ഏർണിങ്സ് 5.4 ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,40,40,073. പിന്നെ ഉള്ളത് ചോള ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസിൻ്റെ. ഈ രംഗമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ രംഗത്തല്ല എങ്കിലും NBFC എന്ന നിലയിൽ അവർ ഏകദേശം പ്രൊമോട്ടർ ഹോൾഡിംഗ് 55% പവർ ഫിനാൻസ് കോർപ്പറേഷനുള്ളത്. അതേസമയം ചോള ഫിനാൻസ് 49% പിന്നെ മുത്തൂറ്റ് ഫിനാൻസിന് 73% പ്രൊമോട്ടർ ഹോൾഡിംഗാണ്. പക്ഷേ അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവർ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു ഫിനാൻഷ്യൽ ടെറൈനാണ്. നേരെ മറിച്ച് പവർ ഫിനാൻസ് കോർപ്പറേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടെറൈനിൽ ഫിനാൻസ് ചെയ്യുന്നവരാണ്. സോ എനിവേ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും വളരെ വാല്യൂ ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ സർവീസസ് എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ലിങ്കിൽ കൊടുത്തിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം. അതുവഴി ഞങ്ങളുടെ സർവീസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്.
അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.